സ്വന്തമായി നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ ഒരു വീട് വെക്കാൻ 4 ലക്ഷം രൂപ വരെ സർക്കാർ സഹായം. SC/ST കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വരെ ലഭിക്കും. സ്ത്രീകൾക്ക് പ്രത്യേക മുൻഗണന. ഞാനിപ്പോൾ സംസാരിക്കുന്നത് ലൈഫ് മിഷൻ സ്കീമിനെ കുറിച്ചാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് വീട് വെക്കുക എന്നുള്ളത്. ലക്ഷങ്ങൾ കടം വാങ്ങിയിട്ടും ബാങ്ക് ലോൺ എടുത്തും വീട് വെക്കാൻ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർ നമുക്കിടയിൽ ഒരുപാടുണ്ട്. കൂടാതെ ഇന്നും കേരളത്തിൽ സ്വന്തമായി ഒരു വീടില്ലാതെ വാടക വീട്ടിലും താൽക്കാലിക ഷെഡുകളിലും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിലും കഴിയുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. എന്നാൽ ലൈഫ് മിഷനിൽ 1 രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാക്കാതെ പൂർണ്ണമായും സർക്കാർ ചിലവിൽ നിങ്ങൾക്ക് സ്വന്തമായൊരു വീട് ലഭിക്കും. ലൈഫ് മിഷൻ വഴി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് സൗജന്യമായി വീട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2026 ഈ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും, ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തൊക്കെ രേഖകൾ വേണം, എങ്ങനെ നിങ്ങളുടെ പേരും ലിസ്റ്റിൽ വരുത്താം, ഇത് കൃത്യമായി പറഞ്ഞു തരാനാണ് ഇന്നത്തെ വീഡിയോ. ഒരൊറ്റ സെക്കൻഡ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെയോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ വലിയൊരു സ്വപ്നം സഫലമാക്കാൻ ഈ ഒരു വീഡിയോയ്ക്ക് സാധിക്കും. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്ബാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജന. അപ്പോൾ ഞാൻ സ്ഥിരമായി എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്താണ് നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കീമുകളെക്കുറിച്ചും എല്ലാം നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് മുൻപിൽ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ ലൈഫ് മിഷൻ പദ്ധതി എന്ന്. ഭൂരഹിതരും ഭവനരഹിതരുമായ, അതായത് സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ലാത്ത കുടുംബങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകുന്ന കേരള സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയാണിത്. പദ്ധതി ആരംഭിച്ച് സംസ്ഥാനത്തിലുടനീളം ഇതുവരെ 5 ലക്ഷം വീടുകൾ പൂർത്തിയാക്കി എന്നുള്ളൊരു അപ്ഡേറ്റ് 2026 ഫെബ്രുവരിയിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. കുറഞ്ഞത് 375 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള, അതായത് ഒരു അടുക്കള, ബാത്റൂം, ലിവിംഗ് റൂം, ഇതെല്ലാം അടക്കമുള്ള ഒരു കോൺക്രീറ്റ് വീടാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുണഭോക്താവായ നിങ്ങൾക്ക് ഇതിൽ 1 രൂപ പോലും ചെലവില്ല. മുഴുവൻ തുകയും സർക്കാർ തന്നെയാണ് വഹിക്കുന്നത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും, ദാറ്റ് ഈസ് മുനിസിപ്പാലിറ്റി, ഇതെല്ലാം വഴിയാണ് ഈ വീടുകളുടെ നിർമ്മാണവും മേൽനോട്ടവും നടക്കുന്നത്. ഇനി എല്ലാവർക്കും അറിയേണ്ട കാര്യമായിരിക്കും, ഞങ്ങൾക്ക് ഈ വീട് ലഭിക്കുമോ, ആർക്കൊക്കെയാണ് ഇതിൽ മുൻഗണന, ഈ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഓരോന്നോരോന്നായി പറയാം. ഒന്നാമതായി ഭവനരഹിതർ, സ്വന്തമായി വീടില്ലാത്തവർ, അതും അല്ലെങ്കിൽ തീരെ ജീർണിച്ചതും തകർന്നതൊക്കെ ആയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവരാണ് ഫസ്റ്റ് തന്നെ ഇതിന് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ. അപേക്ഷിക്കുന്ന കുടുംബത്തിന്റെ വാർഷിക വരുമാനം BPL, അതായത് ബിലോ പോവർട്ടി ലൈൻ പരിധിയിൽ വരുന്നതായിരിക്കണം. മൂന്നാമതായി ഈ ലൈഫ് മിഷൻ സ്കീമിൽ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ ചേരാൻ പറ്റുന്ന ഒരു ആളുകൾ എന്ന് പറഞ്ഞാൽ മുൻഗണനാ വിഭാഗത്തിലുള്ളവരാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ട ഭൂരഹിത കുടുംബങ്ങൾ, പിന്നെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ, പിന്നെ ആദിവാസി വിഭാഗങ്ങൾ, നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവർ, ഇവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. യോഗ്യതാ മാനദണ്ഡങ്ങളിൽ 4ാമതായി വരുന്നത് കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളുടെ സർവേയിലൂടെയാണ് ഇവരെ കണ്ടെത്തുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നിങ്ങൾ അപേക്ഷിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട ഒരു രേഖകൾ, ഡോക്യുമെന്റ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായി ആധാർ കാർഡ്. കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം. രണ്ടാമതായി റേഷൻ കാർഡ്. BPL കാർഡ് ഉള്ളവർക്ക് കൂടുതൽ മുൻഗണന ലഭിക്കും. മൂന്നാമതായി വരുമാന സർട്ടിഫിക്കറ്റ്. വില്ലേജ് ഓഫീസറിൽ നിന്നോ അല്ലെങ്കിൽ തഹസിൽദാരിൽ നിന്നോ നിങ്ങൾക്ക് ഇത് ലഭിക്കും. 4ാമതായി നിങ്ങളുടെ ജാതി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഇത് നിർബന്ധമാണ്. 5ാമതായി ഭൂമിയുടെ രേഖകൾ. ഇനി അതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഭൂമിയൊന്നും ഇല്ലെങ്കിലും ഇത് ബാധകമല്ല. ഇനി എങ്ങനെ അപേക്ഷിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ലൈഫ് മിഷൻ സ്കീമിന്റെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരും കൂടി ആഡ് ചെയ്യാൻ കഴിയുന്നുള്ളത് നോക്കിയാലോ. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഇതിനായി ഓൺലൈനിൽ നേരിട്ട് പോയി ഒറ്റയ്ക്ക് അപേക്ഷിക്കാൻ ഒരു ഡയറക്റ്റ് പോർട്ടൽ ഇല്ല. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇതിന്റെ കൃത്യമായ പ്രൊസീജിയർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളുടെ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസ് സന്ദർശിക്കുക എന്നതാണ്.
സ്റ്റെപ്പ് 2, തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടെ പരിധിയിലുള്ള വീടില്ലാത്തവരുടെ ഒരു സർവേ, ദാറ്റ് ഈസ് LSGI സർവേ നടത്താറുണ്ട്. ഈ സർവേയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. സ്റ്റെപ്പ് 3, പഞ്ചായത്ത് അധികൃതർ ഈ സർവേ വിവരങ്ങൾ പരിശോധിച്ച് അർഹരായവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കും. സ്റ്റെപ്പ് 4, ഈ ലിസ്റ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങളെ അറിയിക്കുകയും സർക്കാർ നേതൃത്വത്തിൽ വീട് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യും. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ഈ പദ്ധതിയുടെ പ്രധാന വിവരങ്ങൾ പരിശോധിക്കാനുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് lifemission.kerala.gov.in ആണ്. ലൈഫ് മിഷൻ പദ്ധതി പൂർണ്ണമായിട്ടും സൗജന്യമാണ്. അപേക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ലിസ്റ്റിൽ പേര് വരാനോ ആർക്കും നിങ്ങൾ ഒരു രൂപ പോലും പൈസയോ അല്ലെങ്കിൽ ഒരു കൈക്കൂലിയായിട്ട് പണമൊന്നും നിങ്ങൾ നൽകേണ്ടതില്ല. അപ്പം അത്തരം തട്ടിപ്പുകളിൽ നിങ്ങൾ വീഴരുത്. പല ആളുകളും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. സ്വന്തമായിട്ട് ഭൂമി ഇല്ലെങ്കിൽ വീട് വെച്ച് തരുമോ എന്നുള്ളത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഭൂരഹിത കുടുംബങ്ങൾക്കും പ്രത്യേക പരിഗണന ലഭിക്കുന്നുണ്ട്. എന്നാൽ ഓരോ കുടുംബത്തിന്റെയും യോഗ്യത സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവർ ഒന്ന് അന്വേഷിക്കും. മറ്റൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്, വീട്ടിൽ ജോലിയുള്ള ഒരാളുണ്ടെങ്കിൽ ഈ ഒരു സ്കീം കിട്ടുമോ എന്നുള്ളത്. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി, വരുമാനം, മറ്റ് മാനദണ്ഡങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കീമിലേക്കുള്ള ഒരു എലിജിബിലിറ്റി തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ജോലി ഉണ്ടെന്ന് വിചാരിച്ച് ഒറ്റയടിക്ക് റിജക്ട് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ജോലി ഉണ്ടെന്ന് വിചാരിച്ച് ഇതിലേക്ക് എൻ്റർ ആവുകയോ ചെയ്യാൻ സാധിക്കില്ല. ഈ മാനദണ്ഡങ്ങൾ സർക്കാർ നോക്കിയതിനു ശേഷം വിലയിരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മറ്റൊരു സംശയമാണ് എല്ലാവരുടെയും, ഇത് നേരിട്ട് ഓൺലൈനിൽ അപേക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളത്. ഒരിക്കലുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിനൊരു പ്രത്യേക പോർട്ടൽ നിങ്ങൾക്ക് നേരിട്ട് പോയി ഇതിലേക്ക് ജോയിൻ ചെയ്യാനും സാധിക്കില്ല. നിങ്ങളുടെ മുനിസിപ്പാലിറ്റി അതുമല്ലെങ്കിൽ പഞ്ചായത്ത് ഇവിടെ പോയിട്ടാണ് നിങ്ങൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് ഞാൻ ചെറിയൊരു ഡീറ്റെയിലിംഗ് കൂടി തന്നിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുകയാണ്. കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ എല്ലാവർക്കും സുരക്ഷിതവും മാന്യവുമായ വീട് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഒരു സമഗ്ര ഭവന പദ്ധതിയാണ്. ഈ ഒരു ലൈഫ് മിഷൻ എന്ന് പറയുന്നത് L for livelihood and I for inclusion and F for financial and E for empowerment. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ വരുന്നത്. ഭവനരഹിതർക്കും സ്വന്തമായി വീട് നിർമ്മിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങൾക്കും സഹായം നൽകുകയാണ്. അപ്പം നിങ്ങളും അർഹരാണോ എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്സ്, അത് എങ്ങനെയാണ് എലിജിബിലിറ്റി വരുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങളും ചെക്ക് ചെയ്യുക. ലൈഫ് മിഷനിലൂടെ അർഹരായ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം മുന്നേറുമ്പോൾ ലൈഫ് മിഷൻ അതിൻ്റെ പ്രധാന ശക്തികളിൽ ഒന്നായിട്ട് തുടരുകയാണ്. അപ്പോൾ സ്വന്തമായി ആ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രതീക്ഷയും സുരക്ഷയും ആത്മവിശ്വാസവും നൽകുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ. നിലവിൽ 6 ലക്ഷത്തിലധികം വീടുകൾക്ക് അനുമതി നൽകിയതിൽ ഏകദേശം 5 ലക്ഷം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ശേഷിക്കുന്ന വീടുകൾ വിവിധ ഘട്ടങ്ങളിലായി നിർമ്മാണത്തിലാണ്. ഒരു കണക്ക് നോക്കിയാൽ 5 ലക്ഷം വീടുകളിൽ ശരാശരി ഒരു വീട്ടിൽ 4 പേര് വീതം താമസിക്കുന്നുവെന്ന് കരുതിയാൽ ഏകദേശം 20 ലക്ഷം ആളുകളുടെ ജീവിതത്തിലേക്കാണ് ലൈഫ് മിഷൻ നേരിട്ട് മാറ്റം കൊണ്ടുവരുന്നത്. സ്വന്തമായി ഒരു വീട് എന്ന് പറയുന്നത് വലിയ ആഡംബരമായിട്ടുള്ള ഒരു കാര്യം, അത് ഓരോ മനുഷ്യന്റെ അവകാശമാണ്. സോ നിങ്ങളുടെ അറിവിൽ വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പദ്ധതിയെക്കുറിച്ച് അറിയാത്ത പാവപ്പെട്ടവരുണ്ടെങ്കിൽ ദയവായി ഈ വിവരങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങളിലൂടെ ഒരുപക്ഷെ ഒരു കുടുംബത്തിന് വീട് കിട്ടിയേക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കൂടുതൽ സർക്കാർ വിവരങ്ങളെല്ലാം അറിയാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. നമ്മളത് നോക്കി ഒരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.